ക്നാനായക്കാർക്ക് കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടെന്നാണ് ഞാൻ ചിന്തിച്ചത്. ഇപ്പൊ അവസാനം എനിക്ക് മനസ്സിലായി ബുദ്ധിയില്ലാത്ത എനിക്കാണ്. കാരണം അവർക്ക് ബുദ്ധിയുണ്ടെന്ന് ഞാൻ ചിന്തിച്ചു പോയി. അപ്പൊ ഏറ്റവും വലിയ മണ്ടൻ ഞാനല്ലേ. കാരണം ഇത് ഒരിക്കലും നിങ്ങൾക്ക് പരിശുദ്ധ സിംഹാസനത്തെ ഒഴിവാക്കിയിട്ട് സഭയുണ്ടാക്കാം. നിങ്ങൾക്ക് പെന്തക്കോസ്ത് സഭ ഉണ്ടാക്കാം. കാരണം അവർക്ക് 2 3 പേര് എവിടെയെങ്കിലും കൂടിയാൽ കർത്താവ് അവരുടെ നടുക്കൊന്ന് കുത്തിയിരിക്കുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ നിങ്ങൾക്കൊരിക്കലും ശ്ലൈഹികമായ പൗരാണികമായ ഒരു സഭയുടെ ഭാഗമായിരിക്കാൻ കഴിയില്ല. ഇന്ന് ക്നാനായ വിഭാഗത്തിന്റെ സേവറിയോസ് മെത്രാച്ചനാണെങ്കിൽ അത് ഏത് സഭയുടെ മെത്രാച്ചനാണ്? ക്നാനായ എന്ന് പറഞ്ഞാൽ ഒരു സമുദായമാണ്. സമുദായത്തിന് മെത്രാൻ ഉണ്ടാകുമോ? സമുദായത്തിന് മെത്രാൻ ഉണ്ടാവില്ല. സെക്രട്ടറി ഉണ്ടാകാം, പ്രസിഡന്റ് ഉണ്ടാകാം, ഖജാൻജി ഉണ്ടാകാം. ക്നാനായ സമുദായത്തിന് ഒരിക്കലും മെത്രാൻ ഉണ്ടാവില്ല. സമുദായ മെത്രാപ്പോലിത്ത എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ നോൺസെൻസ് ആണ്. നിങ്ങളുടെ സമുദായത്തിൽ എങ്ങനെയാണ് മെത്രാപ്പോലിത്ത ഉണ്ടാകുന്നത്? നായമാർക്ക് മെത്രാൻ ഉണ്ടാകണ്ടേ? എങ്ങനെയാണ് ഈഴവർക്ക് മെത്രാൻ ഉണ്ടാകണ്ടേ? സമുദായത്തിനല്ല, മെത്രാൻ സഭയ്ക്കാണ് മെത്രാൻ ഉണ്ടാകുന്നത്. സമുദായത്തിന് മെത്രാൻ ഉണ്ടാവില്ല. The biggest nonsense in Malankara Church is the term that you call him Samudaya Metropolita. That is absolutely a nonsense. Not a mere nonsense. It is a big nonsense. It is a big nonsense. സമുദായത്തിന് എങ്ങനെ മെത്രാപ്പൊലിത്ത ഉണ്ടാകുന്നത്? സഭയ്ക്കാണ് മെത്രാപ്പൊലിത്ത ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ സേവറിയോസ് മെത്രാച്ചൻ ഏത് സഭയുടെ മെത്രാനാണ്? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോൾ ക്നാനായ സമുദായത്തിലെ പ്രശ്നം പരിഹരിക്കപ്പെടും. ഈ പറഞ്ഞ് ചിങ്ങവനത്തിരിക്കുന്ന സേവറിയോസ് മെത്രാച്ചൻ ഏത് സഭയുടെ മെത്രാച്ചനാണ്? ഒറ്റ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കൂ. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുമ്പോൾ ക്നാനായക്കാരുടെ പ്രശ്നം പരിഹരിക്കപ്പെടും. ഏത് സഭയുടെ മെത്രാനാണ്? എല്ലാ ക്നാനായക്കാരും ചിന്തിക്കണം. കാരണം ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കരുത്.